കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ജൂലൈ 20 സഭായുഗമായി വീട്ടിലെ സഭായുഗമായി കൂടി വരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞു പോയ ഓരോ ദിവസങ്ങളും ദൈവത്തിൻ്റെ കൃപയ്ക്കുള്ളിൽ ദൈവം നമ്മെ പരിപാലിച്ചു. മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് അനേകർ മാറ്റപ്പെട്ടു. അനേകർ നിത്യരോഗികളായി മാറി. അനേകർ അപകടങ്ങളിൽ അനർത്ഥങ്ങളിലായി. നാമും ഓരോരുത്തരും മരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വലിയ ക്യൂവിൽ നാം നിൽപ്പുണ്ട്. മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ക്യൂവിൽ നാം നിൽപ്പുണ്ട്. ഓരോരുത്തരും മരിച്ച് അങ്ങനെ വീണുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത് നമുക്കറിയത്തില്ല. എപ്പോഴാണ് ആ ക്യൂവിൻ്റെ മുൻനിരയിൽ നിന്ന് നമ്മൾ മറിഞ്ഞ് മരണമെന്ന പ്രതിഭാസത്തിലേക്ക് മറയുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ വരവിൽ ഒരുക്കമുള്ളവരായി ഉണർന്ന്, കർത്താവ് തന്നെ പറഞ്ഞു, ഉണർന്നിരിപ്പിൻ, ഒരുങ്ങിയിരിപ്പിൻ, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെന്തക്കോസ്തുകാർ മറന്നുപോയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കുറേ പണമുണ്ട്, മക്കളാക്കി കൊടുത്തു, എല്ലാവരും ജോലിക്കാരായി, അമേരിക്കയിലും ലണ്ടനിലും ദുബായിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ധാരാളം പണങ്ങൾ സമ്പാദിച്ച് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് മണ്ടത്തരം വിശ്വസിച്ച് ആ അനുഗ്രഹത്തിൻ്റെ ഭൗതിക നന്മയുടെ തിമിർപ്പിൽ ജീവിച്ച് നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് പോകുന്നതും അമേരിക്കയിൽ പോകുന്നതും ലണ്ടനിൽ പോകുന്നതൊന്നും പാപമായിട്ടൊന്നും ഞാൻ ചിത്രീകരിക്കുന്നില്ല. പക്ഷെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന നന്മകൾ, ആ ഭൗതിക നന്മകൾ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കയറി പിടിക്കും. എന്തുകൊണ്ട്? എഫേസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടത്. ഇപ്പം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീയമാണെന്ന് നമ്മൾ പഠിക്കണം, ഭൗതികമായിട്ടല്ല. ഭൗതികം നമുക്ക് കിട്ടിയിട്ടുണ്ടാകാം, നല്ല കാര്യം. അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യത്തക്ക നിലയിൽ, പാവങ്ങളെ സഹായിക്കത്തക്ക നിലയിൽ പ്രാർത്ഥിച്ച ദൈവഹിത പ്രകാരം ആ ഭൗതിക നന്മകൾ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ നന്മ നമ്മളെ കൊണ്ടുപോകും. ഈ ഭൗതികത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച പദം എന്താ? വിഷയം അനീതിയുള്ള മാമോൻ. കേട്ട് പഠിച്ചോണം കേട്ടോ. അനീതിയുള്ള മാമോൻ. അനീതിയുള്ള മാമോൻ ആ ഭൗതികം. നമുക്കത് ആവശ്യമാണ് കൈകാര്യം ചെയ്യാൻ. പണമില്ലാതെ എങ്ങനെ നമുക്ക് ജീവിക്കും? ആവശ്യത്തിന് വേണം. പക്ഷേ ഇത് ക്രമത്തിലധികമായാൽ എന്താ സംഭവിക്കും? ഈ മാമോൻ നമ്മളെ മുക്കിക്കളയും. ആ ഭൗതികത്തിൽ മുക്കി നമ്മളെ നരകത്തിൽ കൊണ്ടെത്തണം. അത് കർത്താവിന് നന്നായിട്ട് അറിയാവുന്ന കൊണ്ടാണ് നിത്യജീവന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വന്ന ആ മനോഹരനായ ഒരു വ്യക്തി. എനിക്ക് ആ വ്യക്തിയെ വളരെ ഞാൻ ഇന്നത്തെ പെന്തക്കോസ്തുകാരെക്കാൾ എത്രയോ ഭേദമാണ്. കാരണം അവർ കൊടുത്ത പ്രമാണം ചെറുപ്പം മുതലേ അനുസരിച്ച് വരുന്നു എന്നാണ് കർത്താവ്. യഹൂദന്മാർ ന്യായപ്രമാണം പുറംകാലം കൊണ്ട് തട്ടിക്കളച്ച് മുന്നോട്ട് പോയെന്നാണ്. സ്തെഫാനോസ് മരിക്കുന്നതിന് മുമ്പ് വിളിച്ചു, നിങ്ങൾ ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ല. കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു. അതേസമയത്ത് ഈ ചെറുക്കൻ അനുസരിക്കുക, യൗവനക്കാരൻ അനുസരിക്കുക. അപ്പം എന്തുകൊണ്ടാണ് ആ ന്യായപ്രമാണം അനുസരിച്ച് നിത്യജീവനിലേക്ക് പോകാൻ അവന് പറ്റാതെ പോയതെന്ന് ചോദിച്ചാൽ അവൻ്റെ ഭൗതികമാണെന്ന് പെന്തക്കോസ്തുകാരെ നമ്മൾ പഠിച്ചിരിക്കും. കാരണം പഴയ നിയമം വിഭാവന ചെയ്യുന്ന അനുഗ്രഹം എന്താ? ഭൗതികം. പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് ആത്മീകമായി. ഈ സത്യം ഇന്നത്തെ ക്രൈസ്തവ ഗോളം മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ വിദേശ രാജ്യങ്ങളിൽ ജോലി എടുക്കുന്നവരെയും വിദേശ നന്മകൾ സ്വരൂപിക്കുന്നവരെയും ഒന്നും ചീത്ത പറയുകയോ വഴക്ക് പറയുകയോ ചെയ്യുകയല്ല. നമ്മൾ അതിൽ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. അത് കുമിഞ്ഞുകൂട്ടി വയ്ക്കാൻ ഇടയാകരുത്. അത് വാരിക്കോരി ബാങ്കുകളിലും റിയൽ എസ്റ്റേറ്റും പിന്നെ ഫ്ലോട്ടുകളും പിന്നെ ഫ്ലാറ്റുകളും പിന്നെ വില്ലകളും പിന്നെ വലിയ വലിയ കാറുകളും പിന്നെ
വലിയ വലിയ തുകകളായി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാം. ഇങ്ങനെയൊന്നും ആരും പറയത്തില്ല. കാരണം ഈ ഭൗതിക ദ്രവ്യാഗ്രഹികൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ഞാനത് പറയും. ഞാൻ മരിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഭൗതിക നന്മ നമ്മെ നശിപ്പിച്ച് കളയരുത്. അതുകൊണ്ടാണ്. പണം നമുക്ക് നല്ലതാ. ഒരു കോടീശ്വരനാകാനായിട്ട് പോയ ആളാണ് ഞാൻ ഗൾഫിൽ. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരു 8-10 വർഷം അവിടെ ജോലി ചെയ്ത് ഞാൻ അവിടെ സ്ഥലം വിട്ടു. എന്നെ കർത്താവ് ഓടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. ഒരു ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ ഞാനിവിടെ അന്ന് പോരേണ്ടി വന്നു. ഇന്നവിടെ നിന്നിരുന്നെങ്കിൽ ഒരു 8-10 കോടി എനിക്കും ഉണ്ടായത്. സത്യമായിട്ട് ഞാൻ പറയുക. കാരണം അതുപോലെ എനിക്ക് ഭൗതിക ശമ്പളവും ഓവർ ടൈമും ഒക്കെ കൂടി നല്ലൊരു തുക അന്നത്തെ കാലത്ത് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ സ്വത്രം. 1988 കാലഘട്ടങ്ങളിലൊക്കെ ഗൾഫിൽ പോകുന്നത് മനസ്സിലാക്കണം. സദാമിൻ്റെ കുവൈറ്റ് ആക്രമണത്തിൽ ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു. ഇവിടെ വൈഫും കൊച്ചുമൊക്കെ കുഞ്ഞായിരിക്കുന്നുണ്ട്, കളഞ്ഞിട്ട് പോരേണ്ടി വന്നു. അവിടെ കിടന്ന് ചത്തു കഴിഞ്ഞാൽ അതുപോലെ പേടിയായിരുന്നു എനിക്ക്. സ്വത്രം. എന്നാൽ പിന്നീട് രണ്ടാമത് പോയതാണ് അല്പം നന്മകളൊക്കെ ഉണ്ടാക്കാൻ ഇടയായി തീർന്നത്. അതിൽ നിന്നൊരു ഭവനവും പിന്നെ അത്യാവശ്യം നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ഞാൻ സീറുവായി. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ആ നന്മ കൂടി കൂടി വർദ്ധിച്ചു വന്നെങ്കിൽ ഞാൻ അതിന്മേൽ കിടന്ന് തലകുത്തി മറിഞ്ഞ് ഞാനും നരകത്തിൽ പോയില്ലേ. മനസ്സിലായോ? നമ്മുടെ ഭൗതിക നന്മ നമ്മളെ ആത്മീയമായി മുമ്പോട്ട് വിടത്തില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തിയ സ്വത്രം. ഭൗതികമായ നമ്മുടെ നന്മ നമ്മെ ആത്മീയമായി മുമ്പോട്ട് വിടത്തില്ല, പുറകോട്ട് പിടിക്കും. അതുകൊണ്ടാണ് കർത്താവിനോട് ഒരു വിറ്റ് തരത്തിൽ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വന്നത്. ഇനി ഒന്നും പറയാതെ സക്കായി വിറ്റ് എന്ത് ചെയ്തു? പകുതി ദരിദ്രർക്ക് കൊടുത്തു, ചതിവായി വാങ്ങി 4 മടങ്ങ് കൊടുത്തു. അപ്പോഴത്തേക്ക് ആളെന്തായി? കഞ്ഞിക്കുള്ള വകയായി. പൗലൂസിന്റെ ഭാഷ പറഞ്ഞാൽ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെന്നുള്ള നിലയിൽ സക്കായി വന്നു. ഇനി പൗലൂസിനടുത്ത് പഠിച്ചോ? ഇവിടെ തന്നെ ഉണ്ടത്. സ്വതന്ത്രം. അതിൻ്റെ 5 മുതൽ വാക്യം ഞാൻ വായിക്കാം. ഫിലിപ്പിയർ 3 ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. എങ്കിലും ഇതൊന്നും പറയാൻ വേണ്ടി മാത്രമേ ഈ വാക്യം വായിക്കട്ടെ. ആ നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. അതുമാത്രമോ? അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശേഷ നിമിത്തം ഞാൻ ഇപ്പോഴെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു എന്ന ആദ്യത്തെ 7-ാം വാക്യം. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 8-ന്റെ അവസാനം ഛേദമെന്ന് എണ്ണുന്നു, എണ്ണിയിരിക്കുന്നു, എണ്ണുന്നു. തനിക്കുണ്ടായിരുന്നതെല്ലാം ഛേദമെന്നെണ്ണി. ഭൗതിക നന്മകൾ ഛേദമെന്നെണ്ണി, സ്ഥാനമാനങ്ങൾ ഛേദമെന്നെണ്ണി, ഇസ്രായേൽ ജാതിക്കാരൻ എന്നുള്ള വലിയ ആ അനുഭവം ഛേദമെന്നെണ്ണി. ബെന്യാമിൻ ഗോത്രക്കാരൻ, കടിച്ചു കീറുന്ന ചെന്നായി ബെന്യാമിൻ, എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുക്രാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, ന്യായപ്രമാണം അനുസരിക്കുന്നതിൽ ആരും തന്നെ നിന്ദിക്കില്ല. ഒരു ജഡ്ജിന്റെ വാല്യൂ ഉണ്ട് പൗലൂസിനെ. ഒരു പരീശൻ, സന്നിധി സംഘത്തിലെ അംഗമാണ്. ഒരുത്തനെ കുറ്റം വിധിച്ച് കൊല്ലാനുള്ള അതോറിറ്റി പൗലൂസിനുണ്ട്, സന്നിധി സംഘത്തിലെ അംഗത്തിനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് താൻ വിവാഹം കഴിച്ചിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ ശക്തമായി അവകാശപ്പെടുന്നത്. അതൊരു പോയിന്റാ. അത് മാത്രമല്ല, വിവാഹ ജീവിതത്തെക്കുറിച്ച് വളരെ കർക്കശമായ ഉപദേശം തരുന്നതും പൗലൂസാ. ശുശ്രൂഷൻ ഏകഭാര്യയുടെ ഭർത്താവ് ആയിരിക്കണമെന്ന് പറയുന്നതും പൗലൂസാ. വിവാഹത്തെ പൗലൂസും കർത്താവും ഒന്നും എതിർക്കുന്നില്ല. ഇന്നത്തെ ഭക്തന്മാരുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ എതിർത്ത് അവരുടെ പല സംഘടനകളും വിവാഹം വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്. ഇന്നലെ പറഞ്ഞിട്ടില്ല അല്ലേ? വിവാഹം വേണ്ടെന്ന് വെക്കുക. ദൈവം സ്ഥാപിച്ചതിനെ നീ എടുത്തു മാറ്റാൻ നീ ആരാ? കോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. പൗലൂസ് തനിക്കുണ്ടായതൊക്കെ ചപ്പന്നും ചവറന്നും എണ്ണി ക്രൂശിന്റെ പിറകെ പോകാനിടയായി. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് ജീവിക്കുന്ന ഞാനല്ല എന്ന് പറഞ്ഞ് താൻ ക്രിസ്തുവിന് പകരം ഈ ഭൂമിയിൽ താൻ ജീവിച്ചു. പകരം ജീവിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നിലൂടെ ജീവിച്ചു എന്നർത്ഥം. റോമർ 15-18 വായിച്ച് പഠിക്കുമ്പോൾ കർത്താവ് തന്നിലൂടെ പ്രവർത്തിച്ചു. ഇപ്പം നാം കയറി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു ഗുണവുമില്ല.
നാം കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഒരു ഗുണവുമില്ല. അതാ നേരെ തല തിരിഞ്ഞു കിടക്കുന്നത്. കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് ചെയ്യും. മനസ്സിലായോ? പൗലോസ് റോമർ 15:18 അതാ പഠിപ്പിക്കുന്നത്. പെന്തക്കോസ്തുകാർ മറന്നുപോയ വാക്യമാ. അതൊരു 100 പ്രാവശ്യം എംബോസിഷൻ എഴുതി പഠിച്ച് തലമണ്ടയിലോട്ട് ആ വാക്യം ഒന്ന് കയറ്റിക്കും. 15:18. സ്തോത്രം സ്തോത്രം. അപ്പോൾ പൗലോസ് അങ്ങനെ എണ്ണി. ഇനി മോശയെക്കുറിച്ച് പഠിക്കുമ്പോഴോ, എബ്രായ ലേഖനത്തിലേക്ക് വരാം. എബ്രായ ലേഖനം അല്ലെ 11-ാം അധ്യായം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടമൊരുക്കി തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്നത് നിരസിക്കുകയും, കണ്ടോ, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. മിസ്രയീമിലുള്ള നിക്ഷേപങ്ങൾ. ഈ അറബ് രാജ്യത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിരുന്നു ഈജിപ്റ്റ്, മിസ്രയീം. പിന്നീടാണ് സൗദിയും ഗീതിയൊക്കെ വന്നത്. അവരുടെ നിക്ഷേപവും അവരുടെ ആ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ പഠിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായിരുന്നു ഈജിപ്റ്റ്. അവിടെ ആ പുത്രിയുടെ രാജകുമാരിയുടെ മകനായി വിളിക്കപ്പെടാൻ പദവി ലഭിച്ചവൻ ക്രിസ്തു ദർശനം കണ്ടപ്പോൾ എന്ത് ചെയ്തു? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന ധനമെന്നെണ്ണി. ഇവിടെ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടി നടക്കാവൂ ഉദ്ദേശിമാര്. അവിടെ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ നിന്ന ധനമെന്നെണ്ണി. നോക്കണേ പോണ പോക്ക്, വ്യത്യാസം കണ്ടോ? കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് ആത്മീകമായ കാര്യങ്ങളെ വളരെ വിലപ്പെട്ടതായി കണ്ട് ഈ ലോകത്തിന്റെ ഭൗതികം ചപ്പെന്നും ചവറെന്നും പറഞ്ഞ് അവർ ഉപേക്ഷിച്ചു. നമ്മുടെ ഈ അവരുപേക്ഷിച്ച് കളഞ്ഞതിന് ഇന്നത്തെ ബഹുമാനപ്പെട്ട ഒരു കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങൾ അതെല്ലാം എടുത്ത് അങ്ങ് അപ്പാടെ വിഴുങ്ങി ആ സന്തോഷത്തിൽ കഴിയുക. അതുകൊണ്ടാണ് പരപരമേശ വരമരളീശ എന്നൊക്കെ പറഞ്ഞ് ഈ കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നതെന്ന ഞാൻ മനസ്സിലാക്കുന്നത്. വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് എന്നേ ഇവരൊക്കെ പോയി. ഭൗതികത്തിൻ്റെ പുറകെ നടക്കുന്നവരെല്ലാം ദൈവകൃപ നഷ്ടപ്പെടുത്തിയവരാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് യഥാർത്ഥ ട്രൂത്താണ്, അത് സത്യമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ അധികം മുഖോരോ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നില്ല. അപ്പോൾ ഭൗതിക നന്മകളെ നമ്മൾ വില കുറിച്ച് കണ്ടുകൊണ്ട് സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണം. വിശ്വാസത്തിൻ്റെ സമ്പന്നതയിലേക്ക് വരണം, പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് വരണം, സന്തോഷ സമൃദ്ധിയിലേക്ക് വരണം. ഹല്ലേലൂയ. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധിയിലേക്ക് വരണം. ആത്മീക സമൃദ്ധിയിലേക്ക് ദൈവസഭ വരണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ ഇവിടെ തൊഴിഞ്ഞു കിടക്ക് പോകത്തില്ല. ഒരൊറ്റ ഒരെണ്ണം പോകത്തില്ല. വാരിക്കോരി കൂട്ടി വെച്ച് ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഭൗതികത്തെ വില കുറഞ്ഞ് കണ്ടുകൊണ്ട് ആത്മീകതയെ വിലയേറിയ സമ്പത്തായിട്ട് കണ്ടുകൊണ്ട് ഒരു ദൈവപൈതൽ മുമ്പോട്ട് പോകണമെന്നാണ് പുതിയ നിയമത്തിൽ നിന്ന് എനിക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുക. ഞാനത് നിങ്ങളോടും പറയും. തെളിവ് സഹിതം തന്നു കഴിഞ്ഞു. നിത്യജീവന് കൊണ്ടുവന്ന ചെറുപ്പക്കാരന് സക്കായി പൗലോസ് 3 പേരെടുത്ത് തന്നു. നീ എത്രയോ കഥാപാത്രങ്ങളുണ്ട് ഇതിലെടുത്ത് തരാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരൻ മുഖപരമായിട്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നു. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായമാണ് നമ്മൾ പഠിക്കാനായിട്ട് ധ്യാനിക്കാനായിട്ട് എടുത്തത്. ആ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ ആമേൻ. ആ ആ ആ ആ ആ മതി. പൗലൂസിന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ, പൗലൂസിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ, പൗലൂസിനാൽ ഉപദേശം കേട്ട് നടത്തപ്പെടുന്ന സഭയിലെ വിശ്വാസികൾ ആത്മീക സമ്പന്നതയിലേക്ക് വരുമ്പോഴാണ് പൗലൂസിന് സന്തോഷം. എനിക്കും അത് തന്നെയാണ് സത്യം പറഞ്ഞു. അഭിഷേകം പ്രാപിച്ച് ശക്തിപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ അതൊരു സന്തോഷം. കുറെ കാശ് വാരി കോരി കൂട്ടുന്നതല്ല. ഇന്ന് നേരെ മറിച്ചാ. ഇന്നത്തെ പാസ്റ്റർമാർ അവരാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾ നല്ല തുക വാങ്ങി അമേരിക്കയിലും ലണ്ടനിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സമ്പാദിച്ച്
കൂട്ടി അതിൻ്റെ നന്മകളൊക്കെ ഉപദേശിക്ക് കിട്ടുമ്പോൾ ഉപദേശിക്ക് ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാത്ത സന്തോഷം. ഞാനതിന് സാധാരണ പറയുന്നത്, അബ്രഹാമും ലോത്തും കൂടി ഇറങ്ങി തിരിച്ചപ്പോൾ രണ്ടു പേർക്കും രണ്ട് കാഴ്ചപ്പാടാണ്. ദൈവം ശില്പിയാൽ നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി 3 തലമുറയോടുകൂടി അബ്രഹാം കാത്തിരുന്നപ്പോൾ കൂടെ ഇറങ്ങി തിരിച്ചവൻ വലഞ്ഞു പോയവൻ എന്താ ചെയ്തേ? നീരോട്ടം നീരോട്ടം നീരോട്ടം, ഭൗതികത്തിൽ കണ്ണു പതിഞ്ഞു. പത്രോസ് അവനെ എങ്ങനെ അഭിസംബോധന ചെയ്തു? നീതിമാനായ, വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. കർത്താവ് മിസിസ് ലോത്തിനെ എങ്ങനെ സംബോധന ചെയ്തു? റിമെമ്പർ ലോട്ട്സ് വൈഫ്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളാൻ. തട്ടിപ്പോയി, ചത്തുപോയി, ഡെഡായി പോയി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വലിയ ശക്തിയോട് നിന്ന് അനേകർ ചത്ത് കിടക്കുകയാണ് ഇന്ന് ആത്മീകമായി. അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, തോന്നി ഇഷ്ടപ്പെട്ടേ മതിയാവും. ആത്മീക ജീവൻ അവരിലില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഞാൻ നമ്മുടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ ആത്മാവും ജീവനുമാകുന്ന കർത്താവിൻ്റെ പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ, യോഹന്നാൻ 6:63 വാക്യം. അപ്പോൾ ആ ആത്മാവും ജീവനുമായ വചനങ്ങൾ ഭക്ഷിച്ച് ദൈവവചനം ഭക്ഷിച്ച് ബലപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് ബലപ്പെട്ട് ആത്മീക ശക്തിയുള്ളവരായി, ആത്മീക സമ്പന്നരായി തീരാത്തത് കൊണ്ട് പിശാച് എന്ത് ചെയ്തവരെ തകർത്തുകൾ. ഇതൊക്കെ വലിയ ദൂതാണ്, ഏറ്റെടുത്തോണം. മകനെ മകളെ എന്നുള്ള വിളിയൊന്നുമില്ല, പ്രവചനമായിട്ട് ഇതൊക്കെ ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. നമ്മുടെ സമ്പത്ത് നമ്മളെ കൊണ്ട് നരകത്തിൽ പോകരുത്. എനിക്കതേ പറയാനുള്ളൂ. നമ്മുടെ സമ്പത്ത് നമ്മെ കൊണ്ട് നരകത്തിൽ. ഈ സമ്പത്ത് കുറഞ്ഞിരുന്നാലുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, സമ്പൂർണ്ണ ആശ്രയം കർത്താവിലായിരിക്കും. ഒരു രോഗം വന്ന, ഒരു കഷ്ടത വന്ന, ഒരു ബുദ്ധിമുട്ട് വന്ന, കർത്താവിൽ ആശ്രയിക്കുമെന്ന്. ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, പിന്നെ ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ധനം പലർക്കും ബലമാണ്, അതിൽ പ്രശംസിക്കരുതെന്ന പ്രവാചകൻ പറയുന്നത്. ഇരമ്യാവ്, നീ പ്രശംസിക്കുന്നെങ്കിൽ ദൈവത്തെ തിരിച്ചറിയാനിടയായതിൽ പ്രശംസിക്കണമെന്നാണ് സ്തോത്രം പൗലോസ് ഇരമ്യാ പ്രവാചകൻ പറയുന്നത്. പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ. പ്രബോധനം ഒത്തിരി ഉണ്ട്. മോശയുടെ പ്രബോധനമുണ്ട്, പിന്നെ സാധുക്യരുടെ പ്രബോധനമുണ്ട്, പരീശന്മാരുടെ പ്രബോധനമുണ്ട്, സാത്താന്റെ പ്രബോധനമുണ്ട്. ഒത്തിരി പ്രബോധനങ്ങൾ ഇതിൽ കിടപ്പുണ്ട്. അപ്പൊ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ട്. വേറൊരു ഭാഗത്ത് ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം വസിക്കട്ടെ, ക്രിസ്തുവിന്റെ പ്രബോധനം. കാരണം എന്താ? കർത്താവാണ് നമുക്ക് വേണ്ടി മുതൽ മുടക്കിയത്, കർത്താവാണ് നമ്മളെ രക്ഷിച്ചത്, കർത്താവാണ് നമ്മുടെ ജീവന്റെ ഉടയവൻ. നമ്മളെ ആർക്കും രക്ഷിപ്പാൻ കഴിയാതെ വെളിമ്പറമ്പിൽ തള്ളപ്പെട്ട് കിടന്ന, പിശാചിനാൽ മേയ്ക്കപ്പെട്ടുകൊണ്ട് നടന്ന നമ്മളെ കർത്താവ് വന്ന് നമ്മളെ കണ്ടെത്തിയാൽ, നല്ല ശമരിയക്കാരൻ വന്ന് ആ മുറിവേറ്റ് കിടന്നവനെ രക്ഷിച്ചതുപോലെ കർത്താവിൽ വിശ്വസിച്ചപ്പോഴാണ് കർത്താവിൻ്റെ വചനത്തിലൂടെയുള്ള മുന്നോട്ടുള്ള പ്രയാണം, വചനം വിശ്വസിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിക്കാൻ ആവോളം ശ്രമിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയതിലൂടെയാണ് നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാനിടയായി തീർന്നത്. അങ്ങനെ നമുക്ക് ആത്മീക സമ്പത്ത് കിട്ടിയത്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, പ്രബോധനം ക്രിസ്തുവിൻ്റെതായിരിക്കണം, ഉപദേശം ക്രിസ്തുവിൻ്റെതായിരിക്കണം, വചനങ്ങൾ ക്രിസ്തുവിൻ്റെതായിരിക്കണം. എന്താ കാര്യം? ഞാനോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി, ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാണ്. അപ്പൊ പൗലൂസിന്റെ സന്തോഷം, പൗലൂസിനാൽ ഉപദേശം കേട്ട് നടത്തപ്പെടുന്ന സഭകളിലെ വിശ്വാസികൾ അവർ ഏക മനസ്സുള്ളവരായി, അവർ ഐക്യമത്യപ്പെട്ട്, അവർ ഏകഭാവമുള്ളവരായി, അവർ പറയുന്നത് ഒന്ന് തന്നെ,
അവർ ഒരേ അഭിപ്രായത്തിൽ നിൽക്കുകയും ഒരേ പ്രമാണത്തിൽ നിൽക്കുകയും ഒരേ ഉപദേശത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവദാസനായ പൗലൂസിന് സന്തോഷം. അതിദുഃഖത്തോടെ വിളിച്ചു പറയട്ടെ, ഇന്നത്തെ ശുശ്രൂഷന്മാരുടെ സന്തോഷം അവരാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾ 10 ചക്രം ഉണ്ടാക്കുന്നവരായി തീരുക. അപ്പോഴാ സന്തോഷം. തിരുത്തിക്കോ പാസ്റ്റർമാരെ, നിങ്ങളുടെ ദർശനത്തിലെ തിരുത്തിയെടുത്തോ. പൗലൂസിന്റെ ദർശനത്തിലേക്ക് വരുവാൻ ഇന്ന് പൽക്കാലം അടിയൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. പൗലൂസ് ആരാ? ഗലാത്യർ 1:1 എടുത്തു വായിക്കേണ്ട. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാല് അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. അപ്പോൾ കർത്താവും പിതാവും നിയമിച്ചു വെച്ച ദൈവസഭയുടെ അപ്പോസ്തലനായ പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അവൻ ചിലരെ പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടകന്മാരായി നിയമിച്ചിരിക്കുന്നു അല്ലേ? അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടകന്മാരെ നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ ഓർഡർ പ്രകാരം പറയുമ്പോൾ, അപ്പോൾ കർത്താവ് നിയമിച്ചാക്കിയ അപ്പോസ്തലന്മാരുടെ ദർശനം ഇന്നത്തെ ശുശ്രൂഷാ വൃന്ദങ്ങൾ ഏറ്റെടുക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ ശുശ്രൂഷ ഒരിക്കലും വിജയിക്കുന്നില്ല. അമ്പേ പരാജയത്തിലേക്ക് പോകും, യാതൊരു സംശയവുമില്ല. കാരണം കർത്താവ് ആക്കി വെച്ചവരല്ലേ അവരെ. പുതിയ നിയമസം അവിടെ അപ്പോസ്തലനായി മോശയെ ആക്കി വെച്ചോ, ദാവീദിനെ ആക്കി വെച്ചോ, സോളമനെ ആക്കി വെച്ചോ? അവരൊക്കെ പഴയ നിയമത്തിലെ ആൾക്കാരല്ലേ. എഫേസ്യരിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാക്യം വായിച്ചത് എന്താ? അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കാണ് ഇത് വെളിപ്പെട്ട് കിട്ടിയത്. ഏത് വെളിപ്പെട്ട് കിട്ടിയത്? ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികൾ, പിന്നെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം. ഞാനതങ്ങ് വായിക്കാൻ വേണമെങ്കിൽ എഫേസ്യർ 3:1 മുതൽ. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവങ്ങളുടെ വ്യവസ്ഥയെക്കുറിച്ച് വീരെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ അത് വെളിപ്പെട്ട് വന്നില്ല. പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ അബ്രഹാമിന് വെളിപ്പെട്ടില്ല, മോശയ്ക്ക് വെളിപ്പെട്ടില്ല, ഏലിയാവിന് വെളിപ്പെട്ടില്ല, ദാവീദിന് വെളിപ്പെട്ടില്ല, സോളമന് വെളിപ്പെട്ടില്ല. യോബ് ഭക്തന്റെ ഭക്തനായിരുന്നു, യോബിന് വെളിപ്പെട്ടില്ല. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് വെളിപ്പെട്ടില്ല. പഴയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെട്ടില്ല. ഇവിടെ പൗലോസ് പറയുന്നത് അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു. ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് പ്രവാചകന്മാർക്കും ആത്മാവിനാൽ അത് വെളിപ്പെട്ടു. മുമ്പുള്ളവർക്ക് അത് വെളിപ്പെട്ടില്ല. അതാ ഇവിടെ പറയുന്നത്. അവർക്ക് വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ഭക്തന്മാരെ, അല്ലെങ്കിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന ഭക്തന്മാർക്ക് ഇത് വെളിപ്പെട്ടില്ല. ഇത് പുതിയ നിയമസഭയുടെ അപ്പോസ്തലന്മാർക്കാണ് വെളിപ്പെട്ടത്. ഇവരുടെ പ്രാധാന്യത ഇന്നത്തെ ക്രൈസ്തവ ഗോളം മനസ്സിലാക്കിയിട്ടില്ല. പുതിയ യെരൂശലേമിൽ അപ്പോസ്തലന്മാരുടെ 12 പേരുകൾ കൊത്തിയിട്ടുണ്ട്. പുതിയ യെരൂശലേമിൽ 12 ഗോത്രങ്ങളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലന്മാരുടെ പേരുകൾ അങ്ങനെ തന്നെ കൊത്തിവെച്ചിരിക്കുക എന്ന വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ പ്രാധാന്യത വലുതാണ്. ഗോത്രപിതാക്കന്മാരെക്കാളും ശ്രേഷ്ഠന്മാരാണ് കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ. അവരുടെ പ്രൊഫഷൻ നമ്മൾ നോക്കണ്ട, അവരുടെ ഡിഗ്രി നമ്മൾ നോക്കണ്ട, അവരുടെ ഡോക്ടറേറ്റ് നമ്മൾ നോക്കണ്ട, അവിടെ റവറൻ്റ് പട്ടം നോക്കണ്ട, അവിടെ വിദ്യാഭ്യാസം നമ്മൾ നോക്കണ്ട. ദൈവം അവരെ തിരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പഠിക്കുമ്പോൾ പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകയാൽ. അപ്പോൾ പിതാവ് തിരഞ്ഞെടുത്ത് യേശുവിന് കൊടുത്തതാണ് ആദിമ അപ്പോസ്തലന്മാർ. അവർ പറയുന്ന ഉപദേശമാണ് നമ്മൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് അവർ പറയുന്നത്, സ്തോത്രം, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരാകണം, ഏക സ്നേഹമുള്ളവരാകണം, ഐക്യബന്ധപ്പെടണം, ഏക ഭാവമുള്ളവരായിത്തീരണം. 4 കൂട്ടം കാര്യങ്ങൾ. ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത് ലേഖനം എടുത്താട്ട്, കൊരിന്ത് ലേഖനം 1-ാം ലേഖനം, കൊരിന്ത് ലേഖനത്തിൻ്റെ 2-ാം ലേഖനത്തിൽ കൂടി പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ പത്രങ്ങളാക്കുന്നതിന് മുൻപ് കൊരിന്ത് ലേഖനത്തിലെ വിശ്വാസികൾ എങ്ങനെ കിടന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ 1-ാം അധ്യായം ഒന്ന് എല്ലാവരും എടുത്ത്
ശ്രദ്ധയോടെ ഒന്ന് നോക്കിയിരിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 10, 11, 12 വാക്യങ്ങൾ വായിച്ചാൽ. ആ, ഒന്ന് തന്നെ സംസാരിക്കണം. ആ, ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. ആ ആ അടുത്ത സഹോദരന്മാരെ, ആ ഇന്നിപ്പോൾ പിണക്കമേ ഉള്ളൂ, സഭകളിൽ പിണക്കമേ ഉള്ളൂ. പ്രസിഡന്റ് തൊട്ട് ഇങ്ങോട്ട് താഴെ നിരയിൽ എന്താ പറയുക, പള്ളിക്കാരുടെ കാര്യം പറയുമ്പോൾ കപ്പ്യാരാണെന്ന് പറയും. ദിക്കുസാർക്ക് കപ്പ്യാരൊന്നുമില്ലെങ്കിലും കപ്പ്യാരുകളെ ഉള്ളൂ ഇഷ്ടം പോലെ. എല്ലാത്തിനെയും തരം താഴ്ത്തി ജാതി വെറി നടത്തി ഏറ്റവും കുറഞ്ഞ നിലയിൽ ചില സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, കറുത്തവനെയും വെളുത്തവനെയും തമ്മിൽ വേർതിരിച്ച്, ജാതികളെ തമ്മിൽ വേർതിരിച്ച്. ഇവർക്ക് നാണമില്ലെന്നാണ് ചോദിക്കുന്നത്. നീ മനസ്സിലായില്ല? ഇവർക്ക് വേദപുസ്തകം വായിക്കുന്നവരല്ലേ, പ്രാർത്ഥിക്കുന്നവരല്ലേ? എനിക്ക് മനസ്സിലായി, ഇവരെല്ലാം പിന്മാറ്റക്കാരായി പോയി. ഇവരുടെ ബിഗിനിങ് സ്റ്റേജ് നന്നായിരുന്നു, പിന്നീട് അവർ പിന്മാറ്റക്കാരായി പോയി. അപ്പോഴാണ് ഈ ദർശനം നഷ്ടപ്പെട്ട നിലയിലുള്ള ഈ വർത്തമാനങ്ങൾ അവർ പറയുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് എന്താ? ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കണം. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലേവയുടെ എനിക്ക് അറിവ് കിട്ടി, ആൾക്കാർ മുഖാന്തരം എനിക്ക് അറിവ് കിട്ടി. നിങ്ങളിൽ ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. പക്ഷം പിടിക്കുക. ഇവിടെ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ എന്താ വായിച്ചേ? ഏക സ്നേഹം, ഐക്യമത്യപ്പെടുക, ഏകഭാവം, ഏക മനസ്സ്, ഏക സ്നേഹം, ഐക്യത, ഏകഭാവം. ഈ 4 കൂട്ടുകാര്യങ്ങളെ പറയുമ്പോൾ ഇവിടെ പാലക്ക പിരിഞ്ഞ പോലെ ഇരിക്കുക. പൗലൂസിന്റെ പക്ഷം, കേഫായുടെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം. ചിന്തിക്കുന്ന യുവമക്കളെ, ഇനി പൗലൂസിന് ഇവരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈ പക്ഷം പിടിച്ചവരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇന്നത്തെ പാസ്റ്റർമാരുടെ നിലവാരം എന്താണ്? നമ്മളതൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. എടുത്ത് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോട്ടെ, ഉറച്ച് വായിച്ചോട്ടെ. ആ അല്ല, ആ ആ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, ആ പാൽ കുടിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങളെ പോലെ. കഴിവില്ല, ഇന്നും അങ്ങനെ തന്നെ. ആ ഇപ്പോഴും കഴിവായിട്ടില്ല പലർക്കും. ഇന്ന് നിങ്ങൾ അപ്പോൾ ശിശു ജഡികനാണെന്ന് ചിന്തിച്ചോണം. ആ ആ ആ ആ ഇന്നത്തെ യുവമക്കളെ കുറിച്ച് പറയുക. ആ യുവമക്കളെന്ന് പറയുന്നവര് ആ ആ ആ അപ്പൊല്ലോസ് അവിടെ നിൽക്കട്ടെ. ഈ പക്ഷം പിടിച്ചവരെ ദർശനമുള്ള ദൈവദാസനായ പൗലൂസ് എന്താ ചെയ്ത്? ആ പക്ഷം പിടിച്ചതിനെ പൊളിച്ചു കളയുക. പൗലൂസിന്റെ പക്ഷം, കേഫയുടെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം പറയില്ലേ? ഇതൊന്നും ശരിയല്ല. പൗലൂസ് ആര്? കേഫ ആര്? ഈ തലപ്പത്തിരിക്കുന്നവരാണ് ജനത്തെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സത്യം സത്യം സത്യം. ഇവരുടെ ആറ്റിറ്റ്യൂഡ് ആദ്യം മാറണം, ഇവരുടെ കാഴ്ചപ്പാട് ആദ്യം മാറണം. സഭയിലെ ശുശ്രൂഷകന്മാർ നന്നാകണം, അപ്പോഴേ വിശ്വാസികൾ നന്നാകത്തുള്ളൂ. എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടൊന്നും ഒരു കഥയില്ല. ഞാൻ ഇനി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക. ഇത് പറഞ്ഞ് മരിക്കാനാണ് എനിക്ക് നിയോഗം. നമ്മൾ സഭ നടത്തുന്നെങ്കിൽ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സഭ നടത്തുക. ഇല്ലെങ്കിൽ ദയവായി വളരെ താഴ്മയോടെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, പണ്ട് ഏതാ ജോലി ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ അതിലേക്ക് പൊക്കോ, ഒരു കുഴപ്പമില്ല. ദൈവസഭയെ മേയ്ക്കാൻ ദൈവം ആൾക്കാരെ ആക്കി വെക്കും. ഇപ്പം ദൈവം ആക്കി വെച്ചവരില്ല, സംഘടന ആക്കി വെച്ചവരും സ്വയം കയറി ആയവരുമാണ് ഇന്ന് സഭ നടത്തുന്നത്. ദൈവം ആക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. കണ്ടോ കാര്യം ഏതൊക്കെ അപകടകരമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായോ? ഇവിടെ പൗലൂസ് ചോദിക്കുക, പൗലൂസാര് കേഫയാര്? തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശിഷ്യന്മാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ലെന്ന് പറഞ്ഞ പൗലൂസിനെയും പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെ പോലെയുള്ള കർത്താവിൻ്റെ ദർശനമുള്ള ദൈവദാസന്മാർ എഴുന്നേറ്റ് വന്ന് സഭയെ നടത്താത്തോളം കാലം സഭ നന്നാകത്തില്ല. അതാണ്
പ്രവൃത്തി പുസ്തകം 9:31 ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ സഭായത്തിലും പറഞ്ഞാലും അത് അധികം പറ്റല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ആഴ്ചയിലും പറയാം. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയാന്റെ ദേശങ്ങളിൽ സഭയ്ക്കൊക്കെ സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. സ്തോത്രം.